Hi children, welcome to LKL Star Maths class. ഇന്ന് നമ്മൾ SSLCയുടെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 21 ഈ ഫസ്റ്റിലെ 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5th and 6th ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ മുന്നിലുള്ള ഈ 4 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് കേട്ടോ. So in each of the arithmetic sequences below, some terms are missing and their positions are marked with circle. Find them. കണ്ടോ, കുറേ സീക്വൻസസ് തന്നിട്ടുണ്ട്, കുറേ ശ്രേണികൾ തന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ മിസ്സിംഗ് ആണ്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ആ മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് അതിനെ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലേ? ടേംസ് എന്ന് പറഞ്ഞാൽ പദങ്ങളാണ് കേട്ടോ, ഒരു ശ്രേണിയാണ്. അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ഒരു ശ്രേണിയാണ്. സോ അതിലുള്ള ടേംസ് മിസ്സിംഗ് ആയതിനെ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാനത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ 2, 4, 6, 8 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇത് തമ്മിൽ റെഡ്യൂസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 2 തന്നെയാണല്ലോ. അതുപോലെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുക. സോ നമ്മൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം എന്ത് കണ്ടെത്തണം? ഇതിൻ്റെ ഡിഫറൻസ് കാണണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എങ്ങനെ ഡിഫറൻസ് കാണുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ എളുപ്പമല്ലേ ഡിഫറൻസ് കാണാൻ? ഇതിൽ നിന്ന് ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ നമ്പേഴ്സിനൊക്കെ എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മൾ പറയുന്നത്. ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന നമ്പേഴ്സാണ്. അതിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ പോണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, സെക്കൻഡും ഫോർത്തും ഉണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഡിഫറൻസിനെ കണ്ടെത്താൻ വേണ്ടി വേണ്ട ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 2 ടേംസ് നമുക്ക് തന്നുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഈ തേർഡ് ടേമിനെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി 24ഉം 42 മിഡിൽ ടേം ആണ് നമുക്കില്ലാത്തത് അല്ലേ? അപ്പോൾ അതിനെ കണ്ടെത്താൻ ഈസി ആയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. കണ്ടോ? സോ 24 + 42 / 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 66/2 കിട്ടി അല്ലേ? ഇനി 66നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 33. എല്ലാവർക്കും അറിയാലോ ഡിവൈഡ് ചെയ്യാൻ. 2 ഇതിൽ 3 ടൈംസ്, 2 ഇതിലും 3 ടൈംസും. സോ ടോട്ടൽ 33. അപ്പോൾ നമ്മൾക്ക് ആരെയാണ് കിട്ടിയപ്പോൾ? മിഡിൽ ടേം അല്ലേ? ഇവിടെ കിടക്കുന്ന തേർഡ് ടേമിനെയാണ് നമുക്കിവിടെ കിട്ടിയത്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിനെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി നോക്കിയേ. സോ ദാറ്റ് ഈസ് തേർഡ് ടേം x3. ഈ തേർഡ് ടേമിനെ നമുക്ക് എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം? x3 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? സോ തേർഡ് ടേം x3 = വാട്ട്? 33. ക്ലിയർ? ഓക്കെ, സെയിം. ദെൻ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് നോക്കിയേ 24 കിട്ടി, ഇവിടെ 33 കിട്ടി, 42 കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് എൻ്റെ ഡിഫറൻസ് കാണാം അല്ലേ? എന്ത് ചെയ്താൽ മതി? 42 - 33 ചെയ്താൽ പോരെ? കണ്ടോ? ലെറ്റ് us ഫൈൻഡ് ഔട്ട് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്തായാലും 33 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 42 നിന്ന് 33 റെഡ്യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ കിട്ടിയ 33 നിന്ന് ഈ 24 റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഈ 33 - 24 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 33 കാൽക്കുലേറ്റ് ചെയ്തു, തേർഡ് ടേം ആയിരുന്നു. സോ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ആയിട്ടുള്ള 24നെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 9. കണ്ടോ? സോ therefore d = 9. അതിനെ നമ്മൾ എന്താ പറയുക? കോമൺ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ഡി ആണ് കേട്ടോ. അതിന് ഷോർട്ടായിട്ട് CD എന്നാണ് പറയുക. ഞാൻ ഇപ്പോൾ D എന്ന് എഴുതിയിട്ടുള്ളൂ. സോ നമുക്ക് D കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ? കണ്ടോ? തേർഡ് ടേം നമ്മൾ കണ്ടുപിടിച്ചു, 33 ആണ്. ദെൻ ഡിഫറൻസും കണ്ടുപിടിച്ചു. ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 9 ആണ്. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടേം കാണാമല്ലോ. നോക്കിയേ, കണ്ടോ? ഫസ്റ്റ് ടേം വിച്ച് മീൻസ് വാട്ട്? x1. സോ x1 എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ കിടക്കുന്ന സെക്കൻഡ് ടേം ആയിട്ടുള്ള 24ൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയ ഡിഫറൻസ് റെഡ്യൂസ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. ഇനി നമുക്ക് എഴുതി വെച്ചൂടെ? ഫസ്റ്റ് ടേം എത്രയാണ്? 15. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അല്ലേ? 15 എന്ന് കണ്ടുപിടിച്ചു. ഇതാണ് ഫസ്റ്റ് ടേം. 24 given in the question itself. Then 33 also we found out. See, കണ്ടോ? 33 നമുക്കിവിടെ കിട്ടി. Then 42 given in the ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്താ കണ്ടെത്തിയ? മിഡിൽ ടേമിനെ നമ്മൾ കണ്ടെത്തി. മിഡിൽ ടേമിനെ കണ്ടെത്താൻ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, /2 കൊടുത്തു. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ പോലെ കേട്ടോ. മിഡിൽ ടേം 2 അപ്പുറം ഉണ്ട്, മിഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് അതിനെ ഹരിക്കുക. ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 66/2. സോ വി ഗോട്ട് 33. ക്ലിയർ? ആൻഡ് ദിസ് ഈസ് അവർ തേർഡ് ടേം ഓൾസോ. ആൻഡ് തേർഡ് ടേം ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് വാട്ട്? x3. ക്ലിയർ? സോ x3 = 33. Then what? Let us find out common difference using these terms. Clear?
അപ്പോൾ 33 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയ ഡിഫറൻസ് 9 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ടേം ഇനി നമുക്ക് ആരെയും കണ്ടെത്തേണ്ട, ഇവിടെ ഒരു ഫസ്റ്റ് ടേം കിടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ടേം കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയ ഡിഫറൻസിനെ 24ൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കിട്ടും. എന്തുകൊണ്ടാണ് റെഡ്യൂസ് ചെയ്തത്? നമുക്കിത് അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയേ 24ൽ നിന്ന് കൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്തത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.